Good afternoon, all. Good afternoon. Good afternoon, Miss. Okay, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്രിയേറ്റീവ് വേസ് ടു ഇൻക്രീസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള വേസുകൾ അല്ലെങ്കിൽ വഴികളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ആദ്യം മെയിൻ ആയിട്ട് 8 ക്രിയേറ്റീവ് വേസ് നമ്മൾ പറയുന്നുണ്ട്. ശേഷം നമ്മൾ ഓരോ പോയിന്റ് ആയിട്ട് ഡിഫറെന്റ് പലതരത്തിലുള്ള ക്രിയേറ്റീവ് വേസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അപ്പോൾ അതിൽ ഡെവലപ്പ് റാപ്പോർട്ട്, മേക്ക് ഇറ്റ് പേഴ്സണൽ, ഉടൻ വരെയാണോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? നമ്മൾ 2 പോയിന്റ് ആണോ പറഞ്ഞത്? എഡ്യൂക്കേറ്റ് പറഞ്ഞായിരുന്നോ? ഉടൻ വരെ എടുത്തു കഴിഞ്ഞ ക്ലാസ്സിൽ, ഓർക്കുന്നുണ്ടോ? അത് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. 3ാമത്തെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഉടൻ വരെയല്ലേ എടുത്തത്? ക്ലീൻലെസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അല്ലെ? ഇല്ല, അതെടുത്തിട്ടില്ല. ഓക്കെ ഓക്കെ. രണ്ട് ക്ലാസ് എടുക്കണോണ്ടേ ചിലപ്പോ ഒപ്പമായിരിക്കില്ല, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതാണ് ടീച്ചർ ചോദിക്കുന്നത്. അപ്പൊ 2 ക്ലാസ് ആകുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആണ്. ഇവിടെ വരെ എത്തിയിൽ നിങ്ങളുടെ ക്ലാസ് ആണോ ആ ക്ലാസ് ആണോ ആദ്യം നിൽക്കുന്നത് എന്നുള്ള ഡൗട്ട്സ്. ഓക്കെ, അപ്പൊ നമ്മൾ അതില് 3 പോയിന്റുകളാണ് ആദ്യം പറഞ്ഞത്. ഡെവലപ്പ് റാപ്പോർട്ട്, മേക്ക് ഇറ്റ് പേഴ്സണൽ, എഡ്യൂക്കേറ്റ് പേഷ്യന്റ്. അത് ഇത്രയും ക്ലിയർ ആണല്ലോ. ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടി പറയാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. എൻഷ്യൂർ ക്ലീൻലെസ് അല്ലെ. എൻഷ്യൂർ ക്ലീൻലെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശുചിത്വം ഉറപ്പാക്കുക. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ആ ഹോസ്പിറ്റലിൽ ഏറ്റവും വേണ്ട ഒന്നാണ് ഒരു ക്ലീൻ ആയിട്ട് ഇരിക്കുക അല്ലെ. നല്ലൊരു വൃത്തിയുള്ള ഒരു ചുറ്റുപാട് ഉണ്ടായിരിക്കുക, എപ്പോഴും ശുചിത്വമായിരിക്കുക. ഏത് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും നമ്മൾ ആ ഒരു പേഷ്യന്റ് കിടക്കുന്ന ഒരു ഏരിയയിലാണെങ്കിലും ഒരു വൃത്തിയായിരിക്കുക. അവിടുത്തെ ടോയ്ലറ്റ്സും കാര്യങ്ങളെല്ലാം എന്താണ്, വൃത്തിയുള്ളതായിരിക്കണം അല്ലെ. നോക്കാം. നോ പേഷ്യന്റ് നീഡ്സ് ടു റിസീവ് കെയർ ഇൻ എ സിറ്റുവേഷൻ that does not feel safe and sanitary. അതായത് സുരക്ഷിതവും അതുപോലെ തന്നെ ശുചിത്വം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു രോഗികൾക്കും നമ്മൾ കെയർ നൽകാൻ പാടില്ല. അതായത് നല്ല ശുചിത്വത്തോടെ ആയിരിക്കണം പേഷ്യൻസിന് കെയർ കൊടുക്കേണ്ടത്. വൃത്തിയില്ലാത്ത അന്തരീക്ഷത്തിൽ നിന്നും ഒരു പേഷ്യന്റിന് നമുക്ക് ചികിത്സ നൽകാനോ അല്ലെങ്കിൽ ഒരു പരിചരണം നൽകാൻ പാടില്ല. സോ എല്ലാ ടൈമിലും ഹോസ്പിറ്റലിൽ വൃത്തിയുള്ളതായിരിക്കണം. അതിനായിട്ടുള്ള ക്ലീനിങ് സ്റ്റാഫുകളൊക്കെ ഉണ്ട് അല്ലെ. സോ എപ്പോഴും എന്ത് ചെയ്യുക, ക്ലീനിങ് ആയിരിക്കുക. പ്രാക്ടീസിങ് സാനിറ്റേഷൻ ഇൻ ഓൾ ഏരിയ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ. അതായത് നമ്മൾ സാനിറ്റേഷൻ ചെയ്യുക എല്ലാ ഏരിയകളും, ഓരോ ഏരിയകളും പോലെ എല്ലാം എന്ത് ചെയ്യണം, സാനിറ്റേഷൻ ചെയ്തിരിക്കണം. ഫ്രം ദ വെയിറ്റിംഗ് റൂം ടു ഫിസിഷ്യൻസ് ഓഫീസ്, വെയിറ്റിംഗ് റൂം തുടങ്ങി ഫിസിഷ്യന്റെ റൂം വരെ എപ്പോഴും ക്ലീൻ ആയിരിക്കുക. ഹെൽപ്പ് സേഫ് ഗാർഡ് പേഷ്യന്റ് ആൻഡ് പുട്ട് ദം അറ്റ് ഈസി. ഈസി എന്നാണ് പ്രതീക്ഷിച്ചേക്കുന്നത്. സോ രോഗികളെ അത് സുരക്ഷിതരാക്കാനും അവരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് സുഖപ്പെടുത്താനും സാധിക്കുന്നു അല്ലെ. നമുക്കറിയാം, ഒരു വൃത്തിയുള്ള ചുറ്റുപാടിൽ നിന്ന് തന്നെ നല്ലൊരു, നമുക്കല്ലെങ്കിൽ വൃത്തികേടാണെങ്കിൽ നമ്മളുടെ ഉള്ള അസുഖം കൂടെയുള്ളൂ ആണോ. നമുക്കൊരു ചെറിയ അസുഖമായിട്ടാണല്ലോ നമ്മൾ ചെല്ലുന്നത്. ഈ വൃത്തിയില്ലാത്തതും അവിടെ നിന്ന് വല്ല ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വന്ന് പിടിപെടാൻ ചാൻസ് ഉണ്ട്. സോ ഒരു വൃത്തിയുള്ള ഒരു അന്തരീക്ഷമായിരിക്കണം ഒരു ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടത്. വെയിറ്റിംഗ് റൂം തുടങ്ങി ഒരു ഫിസിഷ്യന്റെ ഓഫീസ് റൂം വരെ കറക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീനിങ് സ്റ്റാഫുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യണം. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിലായിരിക്കണം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലായിരിക്കണം ഒരു പേഷ്യന്റിന് നമ്മൾ കെയർ നൽകേണ്ടത് അല്ലെ. അപ്പൊ പേഷ്യന്റിന്റെ സംതൃപ്തിക്ക് ഏറ്റവും അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന ഒരു ഘടകമാണ് ക്ലീൻലെസ് എന്ന് പറയുന്നത്. ഓക്കെ, ശുചിത്വം ഉണ്ടായിരിക്കുക. ദെൻ അടുത്ത പോയിന്റ് നോക്കാം. അപ്ഗ്രേഡ് ഔട്ട്ഡേറ്റഡ് സിസ്റ്റംസ്. അപ്ഗ്രേഡ് ചെയ്യുകയാണ്. അതായത് പഴയ സംവിധാനങ്ങളൊക്കെ, പഴയ സിസ്റ്റങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതിനെയൊക്കെ കളഞ്ഞുകൊണ്ട് പുതിയതായിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള പുതിയ സംഭവങ്ങളൊക്കെ കൊണ്ടുവരിക. നോക്കാം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ പണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ ഇപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെ ചീട്ടായിരുന്നു, ഒരു ഫയൽ പോലത്തെ സംഭവം വരുന്നില്ലേ ഓരോരുത്തരുടെ. നമ്മൾ നമ്പർ പറയുമ്പോൾ ആ ഫയലാണ് റിസപ്ഷനിൽ നിന്ന് എടുക്കുന്നത് അവര് ഇല്ലേ. ഓർക്കുന്നുണ്ടോ നിങ്ങളാ? ഓരോ ഫയലായിരുന്നു അല്ലെ.
ഒരു കാർഡ്ബോർഡിന്റെ ടൈപ്പ് കളറിലൊരു ഒരു ബ്രൗൺ കളറിലെ ഫയലുകളായിരിക്കും കൂടുതൽ. അപ്പൊ ആ ഫയലിൽ ഒരു നൂലൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ള ഒരു ഫയലാണ്. ആ ഫയൽ വഴിയാണ് നമ്മൾ നമ്മളുടെ ഡോക്ടറുടെ അടുത്ത് ഈ ഫയലാണ് കൊണ്ടുവച്ചിരുന്നത്. ദെൻ ആ ഫയലിലാണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഡോക്ടർ എഴുതിയെടുക്കുന്നത് അല്ലെ. പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള ഒരു ഫയലിംഗ് സിസ്റ്റം ഉണ്ടോ? ഇപ്പൊ അങ്ങനെ ഉണ്ടോ? ഫയലിംഗ് സിസ്റ്റം ഉണ്ട്. എല്ലാ ഹോസ്പിറ്റലുകളിലും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ചില ഹോസ്പിറ്റലുകളിൽ ഇപ്പോഴും ആ ഒരു പഴയ സിസ്റ്റം പിന്തുടർന്നു വരുന്നവരുണ്ട്. എങ്കിലും കൂടുതലായിട്ട് ഇപ്പൊ നമുക്കറിയാം കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ എല്ലാം കമ്പ്യൂട്ടർ വഴിയാണ് അല്ലെ. കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ഇപ്പോൾ എല്ലാം നടക്കുന്നത്. അതായത് ഡോക്ടറിന്റെ റൂമിൽ ഇങ്ങനത്തെ ഒരു ഫയലും കാര്യങ്ങളില്ല. ഡോക്ടറിന്റെ ഫ്രണ്ടിലെ കമ്പ്യൂട്ടറിൽ തന്നെ നമ്മളുടെ പേരും അല്ലെങ്കിൽ നമ്മുടെ നമ്പറും അടിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഓൾറെഡി ട്രീറ്റ്മെന്റ്സിന്റെയും എല്ലാ ഡീറ്റെയിൽസും അതിലൂടെ ഡോക്ടറിന് കാണാൻ സാധിക്കുന്നു. അത് മാത്രമാണോ? വേറെ എന്തൊക്കെയാണ് ഡിജിറ്റലൈസ്ഡ് ആയിരിക്കുന്നത്? ഇപ്പോ വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിജിറ്റലൈസ്ഡ് ആയിരിക്കുന്നത് ഹോസ്പിറ്റലില്? അത് മാത്രമാണോ? ആലോചിച്ച് നോക്കി നിങ്ങള്. ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോഴേ പഴയതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പേയ്മെന്റ് സംവിധാനങ്ങൾ അല്ലെ. ഇപ്പൊ എല്ലാവരും ഗൂഗിൾ പേ സ്കാൻ ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ബില്ലുകളും കാര്യങ്ങളും പേയ്മെന്റ് ചെയ്യുന്നത്. വേറെ എന്തൊക്കെയാണ്? PDF വായിക്കണ്ട കേട്ടോ. അല്ലാതെ ഇതൊന്നും ആലോചിച്ച് നോക്കൂ. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ നമ്മൾക്ക് അവിടെ ടെക്നോളജിക്കലി ആയിട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ബില്ല് പേയ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം വന്നു. അത് മാത്രമാണോ? വേറെ എന്തെല്ലാം കാര്യങ്ങൾ വന്നിട്ടുണ്ട്? നിങ്ങള് ടോക്കൺ സിസ്റ്റം വന്നിട്ടുണ്ട് അല്ലെ. പണ്ട് നമ്മള് ഡോസ് ഓരോ നമ്പർ വിളിക്കും. ആ നമ്പർ വിളിക്കുന്നതനുസരിച്ചിട്ടാണ് പേഷ്യന്റ് കയറി പോകുന്നത് അല്ലെ. പക്ഷെ ഇപ്പൊ എങ്ങനെയാണ്? ടോക്കൺ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. ഡിസ്പ്ലേ ടോക്കൺ സിസ്റ്റം ഉണ്ട്. ഡോക്ടറിന്റെ റൂമില് അവിടെ ഡിസ്പ്ലേയില് നമ്പർ കൃത്യമായിട്ടും നമ്പർ ഇങ്ങനെ പറയുകയും ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ ആ ഒരു ടൈമില് ആ നമ്പർ ആരാണോ അവരാണ് ഡോക്ടറിന്റെ റൂമിലേക്ക് കയറേണ്ടത്. പിന്നെ എന്തൊക്കെ വന്നിട്ടുണ്ട്? ബുക്കിംഗ് സംവിധാനങ്ങൾ, അപ്പോയിന്റ്മെന്റുകൾ, ഓൺലൈൻ അപ്പോയിന്റ്മെന്റുകൾ, ബുക്കിംഗ് ഒക്കെ നമുക്ക് ചെയ്യാം. ഓൺലൈൻ ബുക്കിങ്ങുകൾ ചെയ്യാം. ദെൻ അത്രേ ഉള്ളൂ. ഫാർമസിയിൽ എന്തെങ്കിലും മാറ്റമൊക്കെ വന്നിട്ടുണ്ടോ? ഫാർമസിയിൽ മാറ്റങ്ങൾ ഉണ്ടോ? ഫാർമസിയിലും ഇങ്ങനെയുള്ള ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഒക്കെ ഉണ്ട് ചില ഹോസ്പിറ്റലുകളിൽ അല്ലെ. ടോക്കൺ സിസ്റ്റം ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മള് ലാബ് ടെസ്റ്റുകളും റിസൾട്ടുകൾ എങ്ങനെയാണ്? ആദ്യകാലങ്ങളിലൊക്കെ, പണ്ടല്ല എപ്പോഴും അങ്ങനെയുള്ള ഹോസ്പിറ്റലൊക്കെ ഉണ്ട് കേട്ടോ. അതായത് റിസൾട്ടുകള് നമ്മൾ ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ റിസൾട്ട് ആയിട്ട് വരാറുണ്ട് അല്ലെ. ലാബിലെ സ്റ്റാഫ് റിസൾട്ട് ആയിട്ട് വരാറുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഡോക്ടറിന്റെ സിസ്റ്റത്തിലോട്ട് നേരിട്ട് മെയിൽ അയക്കുകയാണ് ചെയ്യുന്നത് റിസൾട്ടുകൾ അല്ലെ. അപ്പോ നമ്മൾ പറഞ്ഞതായിട്ടുള്ള ഇങ്ങനെ ഒട്ടനവധി ആയിട്ടുള്ള ടെക്നോളജിക്കൽ സിസ്റ്റം നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുന്നത് പഴയ സിസ്റ്റങ്ങളെയൊക്കെ ഔട്ട്ഡേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ സിസ്റ്റങ്ങൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങളെ കൊണ്ടുവരിക. നോക്കാം. When it comes to improving the patient experience, upgrading outdated internal system is important അല്ലെ. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷന് അല്ലെങ്കിൽ എക്സ്പീരിയൻസിനെ ഇംപ്രൂവ് ചെയ്യിക്കണമെങ്കിൽ പഴയ രീതിയിലുള്ള സംവിധാനങ്ങളെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? മാറ്റുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പുതിയ ടെക്നോളജിക്കലി ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് കൊണ്ടുവരിക. Even small updates to appointment scheduling platforms, waiting room signage and systems അല്ലെ. നമ്മൾ പറഞ്ഞു അപ്പോയിന്റ്മെന്റ് നമുക്ക് ഓൺലൈൻ വഴി എടുക്കാം. വെയിറ്റിംഗ് റൂം സൈനേജുകൾ, ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം, then nurse call buttons can have significant influence on patient satisfaction. അപ്പൊ അതിൽ 3 എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ്? അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളുകൾ നമുക്ക് ഓൺലൈൻ ആയിട്ട് ചെയ്യാം അല്ലെ. ദെൻ വെയിറ്റിംഗ് റൂം സൈനേജസുകൾ, ടോക്കൺ നമ്പർ സിസ്റ്റം ഒക്കെ കൊണ്ടുവരിക. nurse call button എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡോക്ടറുടെ റൂമിൽ ഒരു കോൾ ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നഴ്സസിന് വിളിക്കാനുള്ള ഒരു nurse call ബട്ടൺ ആണ്. അപ്പൊ ഇത് 3 എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ കൂടുതൽ നമ്മൾ ഇപ്പൊ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള പുതിയ നൂതനമായിട്ടുള്ള തരത്തിലുള്ള ടെക്നോളജിക്കല് നമ്മൾക്ക് ഇതിലോട്ട് കൊണ്ടുവരാം. അതിലൂടെ പേഷ്യന്റിന്റെ എക്സ്പീരിയൻസിന് നമുക്ക് വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? അപ്ഗ്രേഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ? അതായത് പഴയ ടെക്നിക്കുകളൊക്കെ മാറ്റിക്കൊണ്ട് പുതിയ ടെക്നിക്കുകൾ കൊണ്ടുവരാൻ. അപ്പൊ പേഷ്യന്റിന്റെ എക്സ്പീരിയൻസും വർദ്ധിക്കുന്നു. ഓക്കെ, 2 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. എൻഷുർ ക്ലീൻനെസ്, അപ്ഗ്രേഡ് ഔട്ട്ഡേറ്റഡ് സിസ്റ്റം. രണ്ടും ഒന്ന് വായിക്കാം കേട്ടോ. വായിച്ചതിന് ശേഷം നമുക്ക് അടുത്ത പോയിന്റ് പറയാം.
വായിച്ചോ? കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലാവുന്നില്ലേ വായിച്ചിട്ട്? നമ്മളുടെ അനുഭവങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോ നമ്മൾ കാണുന്ന, നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ബി പങ്ക്ച്വൽ. എന്ത് പങ്ക്ച്വൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പങ്ക്ച്വാലിറ്റി എന്ന് പറയാം അല്ലെ. ഒരു സ്റ്റുഡൻസിന് ഏറ്റവും വേണ്ടത് ഒരു കാര്യമാണ് പങ്ക്ച്വാലിറ്റി. എന്താ പങ്ക്ച്വാലിറ്റി മീനിങ്? പങ്ക്ച്വാലിറ്റി കൃത്യനിഷ്ഠത അല്ലെ. എന്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് കൃത്യമായി തോന്നുന്ന സമയത്ത് അങ്ങനെയല്ല, കൃത്യമായിട്ടുള്ള ഒരു കൃത്യനിഷ്ഠത ഉണ്ടായിരിക്കുക. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് കൃത്യനിഷ്ഠത കൂടി ചെയ്യുക. നോക്കാം ഇവിടെ എന്താണ് കൃത്യനിഷ്ഠതയായിട്ട് ബന്ധം നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ കൃത്യനിഷ്ഠത വേണ്ടത് ആർക്കാണ്? ഹോസ്പിറ്റലില് പേഷ്യന്റിനാണോ ഡോക്ടർക്കാണോ? ആർക്കാണ് കൃത്യനിഷ്ഠത വേണ്ടത്? പേഷ്യന്റിനാണോ ഡോക്ടറിനാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു അഭിപ്രായം ഇല്ല. ഡോക്ടറിന് മാത്രം മതിയോ? ഡോക്ടറിന് വേണം എന്തായാലും, തീർച്ചയായിട്ടും രണ്ടുപേർക്കും വേണം അല്ലെ. അതല്ലേ ഇതിന്റെ ഒരു ശരി. നമ്മുടെ ഭാഗത്തു നിന്നും ഒരു കൃത്യനിഷ്ഠത ഉണ്ടായിരിക്കണം, ഡോക്ടേഴ്സിന്റെയും സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നും കൃത്യനിഷ്ഠത ഉണ്ടായിരിക്കണം. രണ്ടുപേർക്കും വേണം അല്ലെ. ഓക്കെ, നോക്കാം. Punctuality reveals a practitioner's respect for a patient's busy schedule. അല്ലെ, സമയനിഷ്ഠത എന്നത് ഒരു രോഗിയുടെ തിരക്കുള്ള ഒരു ഷെഡ്യൂളിനോടുള്ള ഒരു ആദരവാണെന്ന് പ്രാക്ടീഷണറിന്റെ. അതായത് ഡോക്ടർക്ക് നമ്മളോട് ഒരു പങ്ക്ച്വാലിറ്റി ഉണ്ടായിരിക്കണം എന്ന്. നമ്മളുടെ ഒരു ബിസി ഷെഡ്യൂളിൽ നിന്ന് നമുക്ക് വേണ്ടി കുറച്ചു നേരം സമയം കണ്ടെത്തുക ഡോക്ടർ അല്ലെ. ഡോക്ടറിന്റെ ഡ്യൂട്ടി ടൈമില് കറക്റ്റ് ടൈമിൽ, ഇപ്പൊ 10 മണി തുടങ്ങിയാണ് ടൈമെങ്കിൽ ആ കറക്റ്റ് 10 മണിക്ക് തന്നെ ഡോക്ടറിന്റെ റൂമിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പേഷ്യന്റ് കൃത്യം 10 മണിക്ക് മുന്നായിട്ട് വന്ന് ഡോക്ടറിന്റെ റൂമിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ പുറത്ത്. ഇപ്പൊ ഡോക്ടർ 10 മണിക്ക് വരേണ്ട ഡോക്ടർ 11 മണിക്ക് വന്നാല് പേഷ്യൻസിന്റെ അവസ്ഥ എന്തായിരിക്കും? അവര് പല കാരണങ്ങളും ഉണ്ടാകാം. അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. നമ്മള് ഭയങ്കര വയ്യാണ്ട് ടയേർഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന പേഷ്യൻസ് ഉണ്ടാകും അല്ലെ. അപ്പൊ ഡോക്ടറിന്റെ സമയത്തിന് അരമണിക്കൂർ ലേറ്റ് ആയി, 1 മണിക്കൂർ ലേറ്റ് ആയിട്ടൊക്കെയാണ് ഇഷ്ടം പോലെ വരുന്നെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ പേഷ്യൻസിനോട് കാണിക്കുന്ന ഒരു മര്യാദകേടല്ലേ അത്. സോ ഡോക്ടേഴ്സ് കൃത്യമായിട്ട് പേഷ്യൻസിനോട് കൃത്യനിഷ്ഠത പാലിക്കുക. Then, if an organization finds it difficult to see patient in a timely manner, they may require to examine their scheduling process and or staffing needs. Then, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കില് ഇപ്പോ ഓൾറെഡി നമ്മൾ പറഞ്ഞു അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുന്നവരൊക്കെയാണ് ഇപ്പോ അല്ലെ. അപ്പൊ ഓൾറെഡി അവർ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ നമ്പർ വിളിക്കുമ്പോ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ ടോക്കൺ നമ്പർ പറയാറുണ്ട് പറയാറുണ്ടോ? ഹോസ്പിറ്റലിലെ നമ്മൾ ഡോക്ടർക്ക് ചീട്ട് എടുക്കുമ്പോൾ ഓൾറെഡി ടോക്കൺ നമ്പർ കൂടി പറയും. അപ്പൊ ചില ആളുകളെ അതനുസരിച്ചിട്ടൊക്കെ അവർ വരുവുള്ളൂ. നേരത്തെ വന്നിരിക്കണല്ലോ, നമ്മുടെ നമ്പർ ഇതാണല്ലോ, നമുക്ക് ആ ടൈമിൽ കയറിയാൽ മതി നോക്ക് ആ ടൈമിൽ വരുന്ന ആളുകളുണ്ട്. പക്ഷെ ആ നമ്പർ വിളിക്കുമ്പോ ഈ ബുക്ക് ചെയ്ത ആൾക്കാർ അവിടെ ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഓട്ടോമാറ്റിക്കലി അടുത്ത ആൾക്കാർ കയറൂലേ, അടുത്ത നമ്പർ കയറും അല്ലെ. അപ്പൊ അവിടെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നേക്കാം. സോ നമ്മൾ ബുക്ക് ചെയ്താലും കൃത്യനിഷ്ഠത പാലിക്കുക. നമ്മൾ കൃത്യ ടൈമിൽ തന്നെ എന്ത് ചെയ്യുക? ഡോക്ടറെ കാണാനായിട്ട് അവിടെ റെഡി ആയിരിക്കുക. അല്ലാതെ ഞാൻ നേരത്തെ ഓൾറെഡി സീറ്റ് എടുത്തിട്ട് അപ്പോയിന്റ്മെന്റ് നമ്പർ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നടക്കുന്ന കേസുകളാണ് അല്ലെ. ചെറിയൊരു വാക്കുതർക്കമൊക്കെ ഉണ്ടാകും അവിടെ. ഓൾറെഡി ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തതാണ് അല്ലെ, പക്ഷെ അവിടെ നേരത്തെ ഓൾറെഡി വന്നിരിക്കുന്ന പേഷ്യൻസ് ഉണ്ടാകും. ഈ വിളിച്ച ടൈമിൽ അവർ വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അതിന്റെ ബാക്കിലുള്ളവര് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ ഡോക്ടറെ കാണാനായിട്ട് കയറും ഇല്ലേ. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ? ആണോ?
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. നമ്മൾ ഡോക്ടറെ കാണാൻ നിൽക്കുന്നു, ടോക്കൺ എടുത്തിട്ടുള്ള പ്രശ്നം എന്തുകൊണ്ടാണ്? അതിന്റെ മെയിൻ കാരണം എന്താണ്? കൃത്യനിഷ്ഠത ഇല്ല. നമ്മളുടെ ഇഷ്ടത്തിനാണ് വന്നിരിക്കുന്നത് അല്ലെ. സോ അങ്ങനെയുള്ള പേഷ്യൻസും ഡോക്ടറും തമ്മിലൊക്കെ എന്താണ്? രണ്ടുപേർക്കും ഒരു കൃത്യനിഷ്ഠത ഉണ്ടായിരിക്കണം. ദെൻ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് 10 ടോക്കൺ കഴിഞ്ഞല്ലേ പിന്നെ അതെങ്ങനെയാ? അത് ഓരോ ഹോസ്പിറ്റലും അതിന്റെയാണ് കേട്ടോ. ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മളുടെ നമ്പർ വിളിച്ചു, അപ്പൊ നമ്മളില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ബാക്കിലുള്ള ആള് കയറും. പിന്നെ ഒരു 2-3 പേര് കഴിയുമ്പോഴായിരിക്കും ആൾക്ക് കയറാൻ പറ്റുന്നത്. അത് എന്തുകൊണ്ടാണ്? ആളവിടെ കൃത്യ ടൈമിൽ അവിടെ ഉണ്ടാകുകയും ആ സ്പോട്ടിൽ ആളവിടെ ഇല്ല. അതാണല്ലോ പ്രശ്നം. ആളുടെ ഉത്തരവാദിത്വമാണ് ആളവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഓക്കെ, അതാണ് പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് they may require to examine their scheduling process and so or staffing needs. ഇനി ചില സന്ദർഭങ്ങളിൽ നമ്മൾ സ്റ്റാഫിന്റെയും ഡോക്ടറിന്റെയും ടൈമും കൂടി ഒന്ന് മാനിക്കണം. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡോക്ടേഴ്സ് ചിലപ്പോ ഇതുപോലെ നമ്മൾ ടോക്കൺ, ഇപ്പൊ നിങ്ങളുടെ ടോക്കൺ നമ്പർ ഒരു 12 ആണെന്ന് ഇരിക്കട്ടെ, 12ാമത്തെയാണ് നിങ്ങളുടെ ടോക്കൺ നമ്പർ. അപ്പൊ ഡോക്ടർ ചിലപ്പോ ഫസ്റ്റത്തെ ഒരു 10 വരെയുള്ള ടോക്കൺ നമ്പർ പേഷ്യൻസിന് നോക്കിയിട്ട് ചിലപ്പോൾ ഡോക്ടർ ഒന്ന് റൗണ്ട്സിന് പോകും അല്ലെ. അതായത് അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ കാണാൻ വേണ്ടി റൗണ്ട്സിന് ചിലപ്പോൾ പോകും. ഒരു അരമണിക്കൂറൊക്കെ മാക്സിമം വേണ്ടി വരും അല്ലെ. അപ്പോ ചിലപ്പോൾ അത് വേണമല്ലോ, കാരണം അവിടെ കിടക്കുന്ന പേഷ്യൻസിനെ നമ്മൾ പരിശോധിക്കേണ്ടത്. അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ പേഷ്യൻസ് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം എന്ന് അല്ലെ. പലപ്പോഴും നമുക്ക് സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ 11ാമത്തെ നമ്പർ ആയിരിക്കും നമ്മളുടെ അല്ലെ. 10 വരെ കയറി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഡോക്ടറായിട്ട് റൗണ്ട്സിന് പോകാറുണ്ട് അല്ലെ. അനുഭവം വന്നിട്ടുണ്ടോ? അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ ആർക്കെങ്കിലും? അതുവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കും അല്ലെ. കറക്റ്റ് നമ്മുടെ നമ്പർ ആകുമ്പോഴേക്കും എന്ത് ചെയ്യും? ഡോക്ടർ റൗണ്ട്സിന് പോകും. റൗണ്ട്സിന് പോകണം മാത്രമല്ല, ചിലപ്പോ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഗൈനക്കിന്റെ ഡോക്ടറെയൊക്കെയാണ് കാണാൻ പോണെങ്കിൽ അല്ലെങ്കിൽ സർജനെയൊക്കെയാണ് കാണണമെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇപ്പോ എന്തെങ്കിലും എമർജൻസി കേസുകളൊക്കെ വരും അല്ലെ. ചിലപ്പോ സർജറി കേസുകളോ എമർജൻസി ആയിട്ടുള്ള കേസ് ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ പോകേണ്ടതായിട്ട് വരും. അവിടെ പോകേണ്ടത് ഡോക്ടേഴ്സിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? പേഷ്യൻസ് കുറച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, ഒരു പേഷ്യൻസ് കാണിക്കാം, ക്ഷമയോടുകൂടി ഇരിക്കുകയാണ് അല്ലെ. പലപ്പോഴും നമുക്കത് ഭയങ്കര ദേഷ്യമുള്ള സംഭവമാണ്. അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് ആ ടൈമിൽ ചിലപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? റൗണ്ട്സിന് പോകും അല്ലെ. ഇന്നലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഓരോരുത്തർക്ക് അല്ലെ. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളുടെ സിറ്റുവേഷനും അങ്ങനെയായിരിക്കും. ചിലപ്പോൾ കുഞ്ഞിന് തീരെ വയ്യാണ്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഡോക്ടർക്ക് ആ ഒരു ഉത്തരവാദിത്തം കൂടെ നോക്കണമല്ലോ. ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കേസ് വരുമ്പോൾ അതിന് വിട്ടുകളയാൻ പറ്റില്ല. ഒരു ജീവൻ അത്രയും വിലയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനും വന്നേക്കാം. ഓക്കെ, ഇതാണ് ബി പങ്ക്ച്വൽ പറയുന്നത്. അപ്പൊ ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ ഇങ്ങനെയൊക്കെ വരുമ്പോ കുറച്ച് ക്ഷമയോട് കൂടിയൊക്കെ ഇരിക്കുക കേട്ടോ. ഒന്നില്ലെങ്കിൽ നമ്മളിതൊക്കെ പഠിക്കണേ. അപ്പൊ കുറച്ച് ക്ഷമയോട് കൂടിയിട്ടൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക അല്ലെ. നമ്മളെ സംബന്ധിച്ചിട്ട് ഡോക്ടറെ എനിക്ക് പോകുമ്പോഴേക്കും നഴ്സിനോട് പോയി ചോദിക്കാൻ തുടങ്ങും, എത്ര മണിക്കൂർ എടുക്കും, എപ്പോ വരും ഡോക്ടർ ചോദിക്കാറില്ലേ? പലരും ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കാറില്ലേ നമ്മള്? നിങ്ങൾ തന്നെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടാവുമല്ലോ, എത്ര ടൈം എടുക്കും, ഡോക്ടർ ഇപ്പൊ വരുമോ അല്ലെ. ഓക്കെ, ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് തന്നെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഞാൻ നിങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കത് വായിക്കുമ്പോൾ അത് എളുപ്പം മനസ്സിലാകും. നിങ്ങൾ അല്ലെ, നമുക്ക് തുടക്കത്തിൽ ഇച്ചിരി ബോറിംഗ് ആയിട്ട് തുടങ്ങി ചാപ്റ്റർ ആയിരുന്നു. പക്ഷെ പിന്നീട് അത് നിങ്ങൾക്ക് ഇപ്പൊ ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്? ഈ ഒരു ചാപ്റ്റർ തോന്നുന്നുണ്ടോ? കുറച്ചു പേർക്കൊക്കെ ഉണ്ടാവും. ഈ ഒരു ടൈമിന്റെ ഉറപ്പൊക്കെ വരുമല്ലോ. എങ്കിലും നമ്മളുടെ റിലേറ്റഡ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാനാണ്. ബി പങ്ക്ച്വൽ, കൃത്യനിഷ്ഠത പാലിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സെറ്റ് എക്സ്പെക്ടേഷൻസ്. എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ എന്താ പറയാൻ മീനിങ്? എക്സ്പെക്ടേഷൻ, പ്രതീക്ഷകൾ അല്ലെ. പ്രതീക്ഷകൾ. ആർക്കാണ് പ്രതീക്ഷകൾ ഉണ്ടാവുന്നത്? ഹോസ്പിറ്റലിലേക്ക് വരുന്ന രോഗിക്കാണോ ഡോക്ടറിനാണോ പ്രതീക്ഷകൾ ഉണ്ടാവുന്നത്? ആർക്കാണ് പ്രതീക്ഷ? പേഷ്യന്റിനാണ്. പേഷ്യന്റിന് എന്ത് പ്രതീക്ഷയാണുള്ളത് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ? ഡോക്ടറെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ അസുഖം പൂർണ്ണമായും ഭേദമാകും, എന്താണ് എന്റെ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ വരേണ്ട ആവശ്യമില്ലല്ലോ, വീട്ടിൽ തന്നെ ഇരുന്നാൽ പോലെ മെഡിസിൻ ഒക്കെ കഴിച്ചിട്ട്. അപ്പോ നമുക്ക് ആ ഒരു ഇത് കിട്ടണം, നമുക്കൊരു കെയർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ സജസ്റ്റ് ചെയ്യുന്നത്. നോക്കാം. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ക്യാൻ ഹെൽപ്പ് സെറ്റ് ഹോപ്സ് ബൈ നല്ല ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ക്യാൻ ഹെൽപ്പ് set hopes by keeping all the information on their website.
patient portal and printed collateral up to date always, including an FAQ section on printed and digital material that directs how to refill prescriptions, receive care after hours, and schedule appointments also plays a vital role in aligning patients' hopes with their experiences. ഒരു എൻഡിങ് ഇല്ലാത്തൊരു സെന്റൻസ് ആണ് അല്ലെ? കുഴപ്പമില്ല, നമുക്ക് അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. Healthcare providers can help set hopes by keeping all information their website. അല്ലെ? അതായത് ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റുകളിലും അതുപോലെ തന്നെ പേഷ്യന്റ് പോർട്ടലുകൾ, പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള പേഷ്യന്റ് പോർട്ടലുകൾ, ഈ പേഷ്യന്റ് പോർട്ടലുകളും ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്തിരിക്കണമെന്ന്. അതായത് ഇതെല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇപ്പൊ നമ്മളുടെ ഫോണില് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിനെല്ലാം നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാറില്ലേ? ചെയ്യാറുണ്ടോ? സ്റ്റോറേജ് ഒക്കെ ഫുൾ ആവുമ്പോഴേ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ലേ? അതുപോലെ ഇവിടെയും വെബ്സൈറ്റുകളും പേഷ്യന്റിന്റെ പോർട്ടൽസും അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രിന്റഡ് കൊളാറ്ററൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള വിവരങ്ങളും മീൻസ് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള വിവരങ്ങളും ഇതെല്ലാം എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇൻക്ലൂഡിംഗ് ആൻ FAQ സെക്ഷൻ ഓൺ പ്രിന്റഡ് ആൻഡ് ഡിജിറ്റൽ മെറ്റീരിയൽ that directs how refill prescriptions. FAQ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? FAQ എല്ലാ ഐഡിയ ഉണ്ടോ? ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ എഴുതി വെച്ചോളൂ കേട്ടോ. ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ, അതായത് പേഷ്യൻസിനോട് നമ്മൾ ചോദിച്ചറിയുക എന്നൊക്കെ പറയില്ലേ, സർവേ ഒക്കെ നടത്തൂലേ, അതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് പേഷ്യൻസിന്റെ വിവരങ്ങൾ ചോദിച്ച് അറിയുക. ഓക്കെ, frequently asked question. Frequently asked question. Okay. അപ്പൊ അങ്ങനെയുള്ള പതിവ് ചോദ്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്താന്ന്. പതിവ് പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിക്കൊള്ളുക. Then ലാസ്റ്റ് പറയുന്നത് നോക്കാം. ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റ്സ് ഓൾസോ പ്ലേസ് എ വൈറ്റൽ റോൾ. അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ്സുകള്, കെയർ ആഫ്റ്റർ അവേഴ്സ്, നമുക്ക് പരിചരണം കിട്ടുന്ന മണിക്കൂറുകള്, എത്രത്തോളം നമുക്ക് പരിചരണം ലഭിക്കുന്നുണ്ട്, ഇതിനെല്ലാം വിലയിരുത്തുകയാണ്. ദെൻ ലാസ്റ്റ് നമ്മൾ പറയുന്നത് പേഷ്യൻസ് ഹോപ്പ് വിത്ത് ദെയർ എക്സ്പീരിയൻസ്. പേഷ്യന്റിന്റെ എക്സ്പെക്ടേഷൻ അനുസൃതമായിട്ട് അവർക്ക് ഹോസ്പിറ്റലുകാർക്ക് അവർക്ക് ഒരു പരിചരണം പേഷ്യന്റിന് നൽകാൻ കഴിയുന്നുണ്ടോ എന്ന് വിലയിരുത്തുക. നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, നമുക്ക് നല്ല രീതിയിൽ അവിടെ നിന്ന് ട്രീറ്റ്മെന്റ് ലഭിക്കും, അല്ലെങ്കിൽ ഫുൾ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ തുടരാം എന്നൊക്കെ ഒരു പ്രതീക്ഷയിലായിരിക്കും നമ്മൾ ചെല്ലുന്നത്. ചിലപ്പോ ആ പ്രതീക്ഷയൊക്കെ കെട്ടുപോയേക്കാം. ചിലപ്പോ അതിനുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഉണ്ടാവില്ല, അവിടെ ഫെസിലിറ്റികളുടെ അഭാവം ഉണ്ടാവാം, അഡ്മിറ്റ് ചെയ്യാനായിട്ട് റൂംസ് വേണമെന്നുണ്ടാവില്ല, അല്ലെ? അങ്ങനെ ഒത്തിരി കാരണങ്ങളാല് നമ്മളുടെ എക്സ്പെക്ടേഷനെ നമുക്കത് പ്രതീക്ഷകൾ സാധിക്കാതെ വന്നേക്കാം. സോ ഇവിടെ പറയുന്നത് പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻസ് എന്താണോ അതിനനുസൃതമായിട്ട് അവരുടെ ആ ഒരു എക്സ്പെക്ടേഷൻ സാധിച്ചു കൊടുക്കാനായിട്ട് ഹോസ്പിറ്റലിന് സാധിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുക. ഓക്കെ, അതായത് അവന്റെ പ്രതീക്ഷകൾക്ക് അനുസൃതമായിട്ട് ഹോസ്പിറ്റലുകാർക്ക് അതിനുള്ള കെയറുകളോ ട്രീറ്റ്മെന്റ്സുകളോ നൽകാൻ പറ്റുന്നുണ്ടോ എന്ന് വിലയിരുത്തുക. വിലയിരുത്തിയിട്ട് എന്താണോ അതിൽ പോരായ്മ എന്നുള്ളത് മാറ്റി ആ പോരായ്മ തിരുത്തി അതിനുള്ള ഫെസിലിറ്റീസുകൾ ചെയ്തു കൊടുക്കുക. ഓക്കെ, എക്സ്പെക്ടേഷൻ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. മെയിൻ ആയിട്ട് പേഷ്യന്റിന്റെ പ്രതീക്ഷ, അവന്റെ പ്രതീക്ഷയ്ക്കുള്ള ഒരു ട്രീറ്റ്മെന്റ്സും കെയറുകളും പേഷ്യന്റിന് നൽകുക. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ബി പങ്ക്ച്വലും സെറ്റ് എക്സ്പെക്ടേഷനും വായിക്കാം. 2 പോയിന്റാണ് നമ്മൾ പറഞ്ഞിട്ട് വായിക്കുന്നത്. അത് ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലായിട്ട് അടുത്ത പോയിന്റിലോട്ട് പോകാൻ പറ്റുമോ? വായിച്ചു നോക്കാം.
ഓക്കെ, വായിച്ചോ? ക്ലിയർ ആണല്ലോ? മനസ്സിലാവില്ലേ? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്? ആണോ? നെക്സ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. അടുത്തത് ഗോ ഡിജിറ്റൽ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആയിട്ട് ഏകദേശം സാമ്യമുണ്ട്. ഗോ ഡിജിറ്റൽ ഓർമ്മയുണ്ടോ? അപ്ഗ്രേഡ് ഔട്ട്ഡേറ്റഡ് സിസ്റ്റം, പഴയ സിസ്റ്റങ്ങളൊക്കെ മാറ്റി പുതിയ സിസ്റ്റങ്ങൾ കൊണ്ടുവരിക. ഏകദേശം ആ ഒരു പോയിന്റ് ആയിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. നോക്കാം. ഗോ ഡിജിറ്റൽ, ഡിജിറ്റലൈസിലോട്ട് പോകാണ്. Hospitals can do just about anything with a few taps on our phones, from paying our bills to booking a vacation. അല്ലെ? അപ്പൊ നമ്മളുടെ കയ്യിലിരിക്കുന്ന ഹോസ്പിറ്റൽ ക്യാൻ ഡു ജസ്റ്റ് അബൌട്ട് എനിത്തിങ് വിത്ത് എ ഫ്യൂ ടാപ്സ് ഓൺ അവർ ഫോൺ. നമ്മളുടെ കയ്യിലിരിക്കുന്ന ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുന്നതെന്ന്. ഫ്രം പേയിങ് ഓർ ബിൽസ്, നമുക്ക് ബില്ല് പേയ്മെന്റ് ചെയ്യാം. നമ്മളിപ്പോ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ് ഗൂഗിൾ പേ അല്ലെ, അല്ലെങ്കിൽ പേടിഎമ്മോ ഗൂഗിൾ പേ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബില്ലുകൾ നമുക്ക് പേയ്മെന്റ് ചെയ്യാം. ബുക്കിംഗ് എ വെക്കേഷൻ ബുക്ക് ഒക്കെ ചെയ്യാം. നമുക്ക് എവിടെയെങ്കിലും പോകണോ, ട്രാവലോ, എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മളുടെ കയ്യിൽ ഇരിക്കുന്ന ഫോൺ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ സാധിക്കും. ഡിജിറ്റലൈസിങ് എന്നാണ് കേട്ടോ. സ്പെല്ലിംഗിൽ കറപ്ഷൻ ഉണ്ട്, അത് ക്ലിയർ ആക്കാം കേട്ടോ. ഡിജിറ്റലൈസിങ് LIZING ആണ്. Digitalizing your practice can generate proficiency for your staff and patients that make better everyone experience. അല്ലെ? അപ്പൊ നമ്മള് ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട്, അതായത് നമ്മൾ ഫോണിലൂടെ ഇപ്പൊ മിക്കവരും അങ്ങനെ ആയിരിക്കുമല്ലോ. ഒരു ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും നമ്മളൊരു കടയിൽ ചെന്ന സാധനങ്ങൾ വാങ്ങിച്ചു, ഒരു 10 രൂപയുടെ സാധനങ്ങളായിക്കോട്ടെ, ഒരു 5 രൂപയുടെ വസ്തു ആണെങ്കിലും നമ്മൾ അപ്പൊ തന്നെ എന്താ ചെയ്യുന്നത്? ഗൂഗിൾ പേ അല്ലേ ചെയ്യണത്. 1 രൂപ പോലും നമ്മളിപ്പോ ഗൂഗിൾ പേ വഴിയാണ് മിക്കവരും ചെയ്യുന്നത് അല്ലെ? ഒരു 50% ആളുകളും ഇത് യൂസ് ചെയ്യുന്നവരായിരിക്കും. ആണോ? അല്ലെ? സോ അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് ഹോസ്പിറ്റലിൽ നമുക്ക് പല കാര്യങ്ങളും ഫോൺ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ലബോറട്ടറിയിൽ അവിടെ പേയ്മെന്റ് ചെയ്യാം. ദെൻ ഫാർമസിയിലെ പേയ്മെന്റ് നമുക്ക് ഗൂഗിൾ പേ വഴി ചെയ്യാം അല്ലെ? അങ്ങനെ ഒട്ടനവധി നമ്മൾ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ നമ്മൾ ഈ ഫോൺ കൊണ്ട് ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ദെൻ അപ്പൊ പറയുന്നത് ഡിജിറ്റലൈസിങ് യുവർ പ്രാക്ടീസ് ക്യാൻ ജനറേറ്റ് പ്രൊഫഷൻസി ഫോർ യുവർ സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ്. സോ നമ്മൾ ഇങ്ങനെ ഡെയിലി ഈ ഒരു ഡിജിറ്റലൈസ് പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ അത് പേഷ്യൻസിനും സ്റ്റാഫിനും അതിലുള്ള പ്രൊഫഷൻസി വർദ്ധിപ്പിക്കണമെന്ന്. അല്ലെ? നമുക്ക് ഇപ്പൊ ഒരു ഗൂഗിൾ പേ ഇതൊന്നും യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് അതിനെപ്പറ്റി യാതൊരു അറിവുണ്ടാവില്ല. ഡെയിലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരു പ്രൊഫഷൻസി കിട്ടുകയാണ് അല്ലെ? നമ്മളുടെ ഒരു സ്കില്ല്, നമ്മളുടെ ഒരു കഴിവ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് പഠിക്കുക, അങ്ങനെയുള്ള പുതിയ പുതിയ മോഡേൺ ടെക്നിക്കുകൾ നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ അത് സ്റ്റാഫുകൾക്കായിട്ടുണ്ടെങ്കിലും പേഷ്യൻസും ഇതുപോലെയുള്ള മോഡേൺ ടെക്നിക്കുകളിൽ ഒരു പ്രൊഫഷൻസി നേടുന്നതാണ്. The right software allowed to digitalize every step of the patient journey. അല്ലെ? ഇപ്പോഴത്തെ സോഫ്റ്റ്വെയറുകള് പേഷ്യൻസിന്റെ ഓരോ ജേണിയിലും ഓരോ സ്റ്റെപ്പിലും എല്ലാ സ്റ്റെപ്പിലും ഈ ഒരു ഡിജിറ്റലൈസിന് അവിടെ പ്രാധാന്യം ഉണ്ടെന്ന് അല്ലെ? നമ്മൾ പറഞ്ഞു. ഇപ്പൊ ലബോറട്ടറിയിൽ പോകണമെങ്കിലും അവിടുത്തെ റിസൾട്ടുകൾ വരുന്നതും ദെൻ നമ്മൾ ടോക്കൺ നമ്പർ സിസ്റ്റം കൊണ്ടുവരുന്നതും ഇതെല്ലാം ഓരോ പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടുള്ള ആ പേഷ്യൻസിന്റെ ഓരോ സ്റ്റെപ്പിലും ഡിജിറ്റലൈസിന് ഒരു പ്രാധാന്യം നൽകുന്നു. From booking an appointment to paying their deductibles, പ്രശ്നങ്ങളും അവരുടെ കിഴിവുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ബില്ലുകളും പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോയിന്റ്മെന്റ് തുടങ്ങി ബില്ല് സെറ്റ് ചെയ്യുന്നത് വരെ നമുക്ക് ഈ ഒരു ഡിജിറ്റലൈസിംഗ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ അപ്ഗ്രേഡ് സിസ്റ്റത്തിന് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അതുമായിട്ടും ഏകദേശം ഒരു ചെറിയൊരു കണക്ഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ഗോ ഡിജിറ്റൽ. മനസ്സിലാക്കി വായിക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇല്ലേ നോക്കാം. നമ്മൾ അതിന്റെ കൺസെപ്റ്റ് ആണ് നമ്മളുടേതായ നമ്മളുടെ അനുഭവത്തിലൂടെ പറയുന്നത് കേട്ടോ.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഡിജിറ്റലൈസിങ് കണ്ടോ? സെക്കൻഡ് ലൈനിലാണ് ഡിജിറ്റലൈസിങ്. അവിടെ കറക്ഷൻ ഉണ്ട് കേട്ടോ. ഡിജിറ്റലൈസിങ് സ്പെല്ലിംഗ് എഴുതിക്കോളൂല്ലേ നിങ്ങള്? അത് തന്നെ വീണ്ടും രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ടോ ഡിജിറ്റലൈസിങ്? അവിടെ ഒന്ന് തിരുത്തിയത് എഴുതിക്കോളൂ. പെട്ടെന്ന് തന്നെ എഴുതാ, അല്ലെങ്കിൽ അത് വിട്ടുപോകും. റിപ്പീറ്റ് വരുന്നുണ്ടോ? ഡിജിറ്റലൈസ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു സെന്റൻസിൽ വരുന്നുണ്ട് കേട്ടോ. അതൊന്ന് തിരുത്തി എഴുതിക്കോളൂ. DI ഡിജിറ്റലൈസിങ്. അവിടെ ഒരു LIZING വരും. ഓക്കെ. അതെ, സൂര്യ കമന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ടൈപ്പ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ചെറിയൊരു മിസ്റ്റേക്ക് അല്ലേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് തിരുത്തി എഴുതാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഡിക്രീസ് വെയിറ്റ് ടൈംസ്. ഡെഡ്യൂസിറ്റബിൾ എന്ന് പറഞ്ഞാലേ പേയിങ്, അതായത് അപ്പോയിന്റ്മെന്റ് ടു പേയിങ് ദെയർ ഡെഡ്യൂസിറ്റബിൾ എന്ന് പറഞ്ഞാല് കിഴിവ് അല്ലെങ്കിൽ കുറയ്ക്കുക എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആണ്. കിഴിവ് എന്നാണ് അതിന്റെ മലയാളത്തിൽ പറയുന്നത്. ഇവിടെ കിഴിവായിട്ടൊന്ന് കണക്ട് ചെയ്യില്ല. ഫ്രം ബുക്കിംഗ് അപ്പോയിന്റ്മെന്റ് ടു പേയിങ് ദെയർ, അതായത് ഒരു എന്താ പറയാ, സമയം കുറക്കാനൊക്കെ പറ്റുന്ന അറിയില്ല നമുക്ക്. ഇപ്പൊ അപ്പോയിന്റ്മെന്റ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് സമയത്തായിട്ട് ചെയ്യാൻ പറ്റുന്നു. നമ്മളുടെ തന്നെ ഇഷ്ടത്തിന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഫോണിലൂടെയൊക്കെ ഓൺലൈൻ ചെയ്യില്ലേ, ആ ഒരു ഇതിനാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ല. ടീച്ചർ ടെക്സ്റ്റ് ഒന്ന് നോക്കിയിട്ട് അടുത്ത കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ആ വേർഡ് അവിടെ ഒരു സെന്റൻസ് ആയിട്ട് അത് കണക്റ്റഡ് അല്ല ശരിക്കും. നോക്കട്ടെ കേട്ടോ. ഒന്ന് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെയാ, പ്രിന്റഡിൽ ഇങ്ങനെയാണ്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോവാം കേട്ടോ. ഡിക്രീസ് വെയിറ്റ് ടൈംസ്. വെയിറ്റിംഗ് ടൈം കുറയ്ക്കാന്ന്, കാത്തിരിപ്പ് സമയങ്ങൾ കുറയ്ക്കാന്ന്. നമ്മളെ സംബന്ധിച്ചിട്ട് ഏറ്റവും വിലപ്പെട്ട ഒരു പോയിന്റ് ആണത് അല്ലെ. കുറെ നേരം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ അല്ലെ, എപ്പോഴും ഉണ്ടായിട്ടുണ്ടല്ലോ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ. നോക്കാം. ഡിക്രീസ്ഡ് എമൗണ്ട് ഓഫ് ടൈം ദാറ്റ് പേഷ്യൻസ് സ്പെൻഡ് ഇൻ വെയിറ്റിംഗ് റൂംസ്. പ്ലാൻ ടു ഗെറ്റ് റിഡ് ഓഫ് ടൈം സ്പെൻഡ് ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം അപ്പോയിന്റ്മെന്റ്സ്, റിമൂവിംഗ് സ്ട്രെസ് ആൻഡ് അറ്റൻഡൻസ് ബാരിയേഴ്സ് ഫോർ മെനി പേഷ്യൻസ്. അതായത് വെയിറ്റിംഗ് ടൈം പരമാവധി കുറയ്ക്കാൻ. എന്താ വെയിറ്റിംഗ് ടൈം കുറയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെയിറ്റിംഗ് ടൈം നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് ഇരിക്കാറുണ്ട് അല്ലെ. നമ്മൾ ഒരുപാട് നേരം നമ്മൾ ഇരിക്കാറുണ്ട്. അത് ഒഴിവാക്കാണ്. പ്ലാൻ ടു ഗെറ്റ് റിഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. റിഡ് മീൻസ് അവോയ്ഡ് എന്നുള്ളൊരു സെയിം മീനിങ് തന്നെയാണ്, ഒഴിവാക്കുക. അപ്പോ ഡിക്രീസ്ഡ് ദ എമൗണ്ട് ഓഫ് ടൈം ദാറ്റ് പേഷ്യൻസ് സ്പെൻഡ് വെയിറ്റിംഗ് റൂം. വെയിറ്റിംഗ് റൂമിൽ സ്പെൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ടൈം പരമാവധി ഒഴിവാക്കാൻ, കുറയ്ക്കാണ്. പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിനെ കണ്ട് അവർക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. Then spend traveling to and from appointments, removing stress and attendance barriers. അതായത് നമ്മുടെ അപ്പോയിന്റ്മെന്റുകളിലേക്കും പുറത്തേക്കുള്ള സമയങ്ങൾ, അതായത് ഹാജർ തടസ്സങ്ങളൊന്നും ഇല്ലാതെ അത് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ. അതായത് ഹാജർ തടസ്സം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അറ്റൻഡൻസ് ബാരിയർ. അതായത് ഇപ്പൊ നമ്മള് രജിസ്ട്രേഷനിൽ, ഇപ്പൊ നമ്മൾ റിസപ്ഷനിൽ പോയി, ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെന്നു, ആദ്യം നമ്മൾ റിസപ്ഷനിൽ പോകണേണ്. അവിടെ പോയിട്ടാണല്ലോ നമ്മള് കാർഡ് കൊടുത്ത് ചീട്ട ഏത് ഡോക്ടറെ കാണുന്നതൊക്കെ ഉള്ളത് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുക്കുന്നത്. സോ ആ ഒരു ടൈമില് ഇപ്പൊ അത്യാവശ്യം ഒരു റിസപ്ഷനിൽ ഒരു 2-3 സ്റ്റാഫുകളൊക്കെ ഉണ്ടാകും. ചിലപ്പോ ഒരു 2-3 സിസ്റ്റർ ഉണ്ടാവും, പക്ഷെ ഒരു സ്റ്റാഫ് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എത്ര നേരം നമ്മൾ ആ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ റിസപ്ഷനിൽ ക്യൂ നിൽക്കേണ്ടതായിട്ട് വരും അല്ലെ. അവിടെ തന്നെ നിന്ന് ഒരു അരമണിക്കൂർ പോകും നമ്മളുടെ അല്ലെ. രജിസ്ട്രേഷൻ ഒക്കെ ഇത്തിരി ഡിലേ ഒക്കെ ആവുമ്പോൾ കുറച്ച് ടൈം അവിടെ നമുക്ക് വേസ്റ്റ് ആയി പോകുന്നു. So patient registration paperwork also contribute the longer wait time അല്ലെ. നമുക്ക് ഈ ഒരു രജിസ്ട്രേഷൻ പേപ്പർ വർക്ക് കുറച്ച് ഡിലേ വരുമ്പോൾ അത് ലോങ്ങർ വെയിറ്റ് ടൈമിലോട്ട് മാറുന്നു. അതായത് അരമണിക്കൂർ നമ്മൾ
രജിസ്ട്രേഷന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അരമണിക്കൂർ നിൽക്കേണ്ടതായിട്ട് വരും. കുറെ നേരം നിൽക്കുമ്പോൾ ചില ആൾക്കാർ ചെന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അല്ലെ, ഇവിടെ ഒരു സ്റ്റാഫ് ഉള്ളോ എന്നൊക്കെ ചോദിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു കേസ് അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെയിറ്റിംഗ് ടൈം കൂട്ടാനായിട്ടുള്ള ഒരു കാരണമാണ്. Hospital can use a secure online program to let the patient complete and submit their registration paperwork before their appointment, further deducting time spent in the waiting room. So, ഈ രജിസ്ട്രേഷൻ പേപ്പർ വർക്കുകൾക്കായിട്ട് കാത്തിരിപ്പ് സമയം കൂട്ടാറുണ്ട്. അതായത് രജിസ്ട്രേഷൻ വർക്ക് നടക്കാനായിട്ട് ഒത്തിരി ടൈം ഡിലേ ഒക്കെ വരുന്നു. അങ്ങനെ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോയിന്റ്മെന്റിന് മുമ്പായിട്ട് തന്നെ രജിസ്ട്രേഷൻ വർക്കുകൾ കഴിവതും ഓൺലൈൻ പ്രോഗ്രാമിൽ ചെയ്യാം. ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടർ ആണ് എങ്കിലും കുറച്ചും കൂടി സ്പീഡപ്പ് ആവാൻ വേണ്ടി ഓൺലൈൻ ആയിട്ട് അപ്പോയിന്റ്മെന്റ് സിസ്റ്റങ്ങൾ നേരിട്ട് വന്നെടുക്കാതെ തന്നെ ഓൾറെഡി ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് സിസ്റ്റങ്ങൾ കൊണ്ടുവരാൻ. അപ്പൊ നമ്മൾ ഓൾറെഡി അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുത്തിട്ട് ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്തിരുന്നാൽ മതി. മറ്റേത് നമ്മൾ എങ്ങനെയാ, നമ്മൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് ഇതുപോലെ ക്യൂ നിന്ന് കാത്തിരുന്നിട്ടൊക്കെ വേണം നമുക്ക് നമ്പറും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. സോ ഇതൊരു ഓൺലൈൻ പ്രോഗ്രാം ആകുമ്പോൾ അത് നമുക്ക് നേരത്തെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാനും സാധിക്കുന്നു. സോ നമുക്ക് അങ്ങനെ ആകുമ്പോൾ അതിനായിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ ഒക്കെ തുടങ്ങാം. അതുമൂലം നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റിംഗ് ടൈമും കുറയ്ക്കാനും സാധിക്കുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് ഡോക്ടറെ വന്ന് കണ്ട് ട്രീറ്റ്മെന്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനും പറ്റുന്നു. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഡിക്രീസ് വെയിറ്റ് ടൈംസ്. ഓക്കെ, വായിച്ചോ? നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ. ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ, ഒരു പേഷ്യന്റ് സെൻട്രിക്, പേഷ്യന്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു കെയർ, പരിചരണം നൽകുക. നോക്കാം. Patient's health and well-being should be at core of everything in the hospital and the staff do. അതായത് രോഗികളുടെ ആരോഗ്യം അല്ലെ, പേഷ്യന്റ് ഹെൽത്ത്, രോഗികളുടെ ആരോഗ്യവും ക്ഷേമവും, വെൽബീയിങ് അവരുടെ ഒരു ക്ഷേമം, അതായത് അവരോടുള്ളൊരു നമുക്കൊരു പ്രവർത്തനം എന്നൊക്കെ പറയില്ലേ. അപ്പോ പേഷ്യൻസിന്റെ ആരോഗ്യവും അവരുടെ ക്ഷേമവും ഹോസ്പിറ്റലും ആശുപത്രിയും ജീവനക്കാരും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആയിരിക്കണം. അതായത് പേഷ്യന്റ് സെൻട്രിക് ആയിരിക്കണം, പേഷ്യൻസിനായിരിക്കണം അവിടെ മുൻതൂക്കം നൽകേണ്ടത്. പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ കൺസിഡർ ദ പേഷ്യന്റ് വാല്യൂസ് ആൻഡ് ഇൻഡിവിജ്വൽ പ്രിഫറൻസ്. പേഷ്യന്റ് ഫോക്കസ് കെയർ കൺസിഡർ ചെയ്യുന്നത് പേഷ്യൻസിന്റെ വാല്യൂസും ഇൻഡിവിജ്വൽ പ്രിഫറൻസും ആയിരിക്കണം. അതായത് പേഷ്യൻസിന്റെ മൂല്യങ്ങളും അവരുടെ ഇൻഡിവിജ്വൽ പ്രിഫറൻസ്, അവരുടെ ആവശ്യങ്ങള്, അവരുടെ റിക്വയർമെന്റ്സിനെ ആയിരിക്കണം. ആസ് വെൽ ആസ് ദെയർ ഹെൽത്ത് റിക്വയർമെന്റ്സ്, അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ആവശ്യങ്ങളെയും എല്ലാത്തിനെയും ആയിരിക്കണം ഒരു പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ കൺസിഡർ പേഷ്യന്റ് വാല്യൂസ് and individual preference as well as their health requirements. Okay. Education and technological updates that streamline their experience donate to patient-focused care, eventually improving the patient experience and the patient satisfaction scores. അല്ലേ, അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, രോഗിയുടെ മൂല്യങ്ങളും അവരുടെ വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങളും ഹെൽത്ത് റിക്വയർമെന്റ്സിനെയൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. So,
അപ്പോൾ അവരുടെ മുൻഗണനകൾ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി അപ്ഡേറ്റ് ദാറ്റ് സ്ട്രീംലൈൻ ദെയർ എക്സ്പീരിയൻസ്. എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ടെക്നോളജിക്കാരുടെ എക്സ്പീരിയൻസിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. ദെൻ മുൻഗണനകളും അവരുടെ ആവശ്യകതകൾ പരിഗണിക്കുക. അതുപോലെ തന്നെ രോഗിയുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിനോടൊപ്പം തന്നെ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ ഇവൻച്വലി ഇംപ്രൂവിംഗ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. പേഷ്യൻസിന് മാത്രം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതി അവരെ പേഷ്യന്റ് സെൻട്രിക് ആയിട്ട് കൂടുതൽ പരിചരണവും കെയർ ഒക്കെ അവർക്ക് നൽകുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് അവിടെ വർദ്ധിക്കുകയാണ്. നല്ലൊരു അനുഭവമാണ് പേഷ്യന്റിന് ലഭിക്കുന്നത്. നല്ല അനുഭവം കിട്ടുകയാണെങ്കിൽ ആ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സ്കോർ കൂട്ടാനും സാധിക്കുന്നു. അതായത് നല്ല രീതിയിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം നമ്മൾ പറഞ്ഞില്ലേ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയില് ഓരോ ക്വസ്റ്റിനും ഓരോ നമ്മൾ സ്റ്റാർ പോയിന്റുകൾ ഡിജിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതായത് ഹൈലി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്താ പറയാ വെരി ബാഡ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറില്ലേ. അപ്പൊ നല്ല സ്കോറുകൾ നമുക്ക് കൂട്ടാൻ സാധിക്കുമെന്ന്. അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവരെല്ലാത്തിലും ഹൈലി സാറ്റിസ്ഫൈഡ് എന്നായിരിക്കില്ലേ ആൻസർ കൊടുക്കുന്നത്? ആണോ? ആൻസർ മീൻസ് അവർ ഓരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നല്ല അനുഭവമാണെങ്കിൽ മാത്രം അല്ലെ. ചീത്ത അനുഭവമാണെങ്കിലോ എല്ലാം ബാഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഓൺലി സാറ്റിസ്ഫൈഡ് മാത്രമായിരിക്കാം. ഓക്കെ. അപ്പോൾ ഡെലിവർ ദ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയറിൽ മെയിൻ ആയിട്ട് പറയുന്നത് പേഷ്യന്റ് സെൻട്രിക് ആയിട്ടുള്ള കെയർ കൊടുക്കുക. പേഷ്യൻസിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങളും അവരുടെ മൂല്യങ്ങളും മാനിച്ചുകൊണ്ട് അവർക്ക് നല്ലൊരു കെയറും നല്ലൊരു പരിചരണം ട്രീറ്റ്മെന്റ്സും എല്ലാം തന്നെ കൊടുക്കുക. സോ അങ്ങനെ കൊടുക്കുമ്പോൾ പേഷ്യൻസിനെ സംബന്ധിച്ച് അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. സോ അവരുടെ സാറ്റിസ്ഫാക്ഷൻ സ്കോർസിനെ നമുക്ക് വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. ക്ലിയർ ആയോ? മനസ്സിലായോ? പേഷ്യൻസിന് കുറച്ച് പ്രാധാന്യം കൊടുക്കാന്ന്, അതല്ലേ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ ലാസ്റ്റ് പോയിന്റ് നോക്കാം. എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ്. ലൈഫ് ലോങ് ലേണിംഗ് എൻകറേജ് ചെയ്യാന്ന് അല്ലെ. അതായത് ലൈഫ് ലോങ് ആയിട്ട് നമ്മൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. നോക്കാം. Healthcare practices and the systems are continuously evolving. Involving ആണ്. Involving. Spelling correction ഉണ്ട് കേട്ടോ. Involving എന്നാക്കാം. PDF-ലെ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക കേട്ടോ. Involving ആണ്. Healthcare practices and the system are continuously evolving. Involving എന്ന് വെച്ചാൽ എന്താ മീനിങ്? ENVOLVING. സ്പെല്ലിംഗ് തിരിച്ച് എഴുതിക്കോളൂ കേട്ടോ. ENVOLVING. എൻവോൾവിംഗ്, ഡെവലപ്പ് ചെയ്യുക, വികസിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ എൻവോൾവിംഗ്. ENOLVING. എൻവോൾവിംഗ്. തിരുത്തിയോ? മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തോ? ടൈപ്പ് ചെയ്യണ്ടല്ലോ. തിരുത്തിയില്ല എല്ലാവരും? സോറി, ഇവോൾവിംഗ് തന്നെയാണ് കേട്ടോ അവിടെ വരുന്നത്. കാരണം കണ്ടിന്യൂസ്ലി ഇവോൾവിംഗ് എന്നുള്ളതാണ്. എൻവോൾവിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഉൾപ്പെടുക എന്നുള്ളൊരു മീനിങ് അല്ലേ എൻവോൾവിംഗ് വരിക. ഇവിടെ നമുക്ക് അർത്ഥം വരുന്നതേ ഹെൽത്ത് കെയർ പ്രാക്ടീസസ് ആൻഡ് സിസ്റ്റംസ് ആർ കണ്ടിന്യൂസ്ലി ഇവോൾവിംഗ് തന്നെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് അത് വികസിക്കുക എന്നുള്ളൊരു മീനിങ് അല്ലേ വരുന്നത്. അപ്പൊ ഇവോൾവിംഗ് തന്നെയാണ് കേട്ടോ. സോറി, തെറ്റിപ്പോയി. ഇവോൾവിംഗ് തന്നെയാണ്. എൻവോൾവിംഗ് മീൻസ് ഉദ്ദേശിച്ചതേ എൻവോൾവിംഗ് ആകുമ്പോൾ അതിന്റെ മീനിങ് മാറി. എൻവോൾവിംഗ് എന്ന് വെച്ചാൽ അതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളൊരു അർത്ഥം അല്ലേ. ഇവിടെ വികസിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അതായത് ഹെൽത്ത് കെയർ പ്രാക്ടീസിന്റെയും അതുപോലെ തന്നെ സിസ്റ്റംസുകൾ ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളും വർദ്ധിച്ചു വരികയാണെന്നുള്ളൊരു പോയിന്റ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവോൾവിംഗ് തന്നെയാണ് കേട്ടോ. ഇവോൾവ് ചെയ്യാന്ന് വെച്ചാൽ ഡെവലപ്പ് ചെയ്യുക, വികസിക്കുക എന്നുള്ളതാണ്. എൻവോൾവിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാട്ടോ അവിടെ. എൻവോൾവിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉൾപ്പെടുക എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പൊ മീനിങ് മാറും. ഓക്കെ. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഹെൽത്ത് കെയർ പ്രാക്ടീസും സിസ്റ്റവും ഒക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവോൾവ് ചെയ്യുകയാണ്. വെട്ടിത്തിരുത്തിയല്ലോ? പെട്ടെന്ന് വായിച്ചപ്പോഴേ മിസ്റ്റേക്ക് ആണെന്ന് തോന്നി. കാരണം ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് അത് ഡെവലപ്പിംഗ് എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഡെവലപ്പിംഗ് തന്നെയാണ് ഇവോൾവിംഗ് എന്ന് പറയുന്നത്.
Okay. To keep peace, healthcare professionals require access to vast continuing education courses that expand their knowledge base and improve their ability to provide high quality care. അപ്പോൾ ഈ ഹെൽത്ത് കെയർ professionals requires access to vast continuing education courses that expand their knowledge. അതായത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സും മറ്റും വാസ്റ്റ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, അവരുടെ എഡ്യൂക്കേഷൻ കൂടുതൽ പഠനങ്ങളിലോട്ട് അവർ പുതിയ പഠനങ്ങൾ പഠിക്കുമ്പോൾ, അതായത് ഡിഗ്രി PG ലെവലും അങ്ങനെ MPhil അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യൂലേ, ഉയർന്ന പഠനങ്ങൾ. അങ്ങനെ ഈ ഹെൽത്ത് പ്രൊഫഷണൽസ് ചെയ്യുമ്പോൾ, എഡ്യൂക്കേഷൻ കോഴ്സസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ദെയർ നോളജ്, അവരുടെ നോളജ് ബേസ് എക്സ്പാൻഡ് ചെയ്യാനാണ്, വികസിക്കാനാണ്, കൂടുതൽ അറിവ് അവരിലേക്ക് എത്തുന്നു. സോ improve their ability to provide high quality care. അപ്പൊ അവരിങ്ങനെ അവരുടെ പഠനത്തിൽ MBBS കഴിഞ്ഞു, അടുത്ത വേറൊരു സെക്ഷൻ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ എടുത്ത് അവർ വീണ്ടും പഠിക്കുകയാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കോഴ്സുകൾ ഡോക്ടേഴ്സ് ചെയ്യുമ്പോൾ അവരുടെ നോളജ്, അവരുടെ ഉള്ള അറിവിനെയും നോളജ് നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യും, വർദ്ധിക്കുന്നു. അങ്ങനെ നോളജ് വർദ്ധിക്കുമ്പോൾ improve their ability to provide high quality care, നല്ല രീതിയിൽ അവർക്ക് കെയറുകളും കൊടുക്കാനും സാധിക്കുന്നു, പേഷ്യൻസിന് ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു കെയർ നൽകാൻ സാധിക്കുന്നു. With the right skill sets, practitioners can help increase the patient satisfaction scores. So നല്ലൊരു രീതിയിൽ ഹൈ ക്വാളിറ്റിയിൽ ഒരു കെയർ കൊടുക്കുമ്പോൾ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനും അതോടൊപ്പം തന്നെ ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്നു, അല്ലെ? അതായത് അവര് പുതിയ കോഴ്സുകൾ അല്ല, അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവരുടെ നോളജ് വർദ്ധിക്കുന്നു. നോളജ് വർദ്ധിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കെയറുകൾ നൽകാനും സാധിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനെ ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിംഗ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളൊരു 5-6 ക്ലാസ്സുകളോളായി ഈ ഒരു ചാപ്റ്റർ വെച്ച് തന്നെ ഇരിക്കുന്നത്, അല്ലെ? അത്യാവശ്യം ഒരു ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു, അല്ലെ? തുടക്കത്തിൽ നിങ്ങൾ ഇച്ചിരി ബോറിംഗ് ആണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. പിന്നീട് അത് നമ്മൾ നമ്മളുടേതായ രീതിയിലോട്ട് എടുത്തു, അല്ലെ? നമ്മളുടെ ഓൺ എക്സ്പീരിയൻസ് വെച്ച് പോയപ്പോ ബോറിംഗ് തോന്നിയോ നിങ്ങൾക്ക്? പഠിച്ചു വന്നപ്പോ വലിയ കുഴപ്പമില്ലാണ്ട് പോയില്ലേ? ആണോ? പിന്നെ നമുക്ക് ഉറപ്പൊക്കെ വന്ന ടൈമൊക്കെയാണ് കുറച്ച് ബോറിംഗ് ഒക്കെ തോന്നിയേക്കാം. എങ്കിലും നമ്മളുടെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല, അല്ലെ? ചാപ്റ്റേഴ്സുകൾ അങ്ങനെയാണ്, നമുക്ക് അതുപോലെ തന്നെ വായിക്കാൻ പറ്റുള്ളൂ. എങ്കിലും നിങ്ങൾക്കത് ബോറടിക്കാത്ത രീതിയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാക്സിമം സിമ്പിൾ ആയിട്ടാണ് ചാപ്റ്റർ പറഞ്ഞു പോയിരിക്കുന്നത്. ഇപ്പൊ എടുത്തത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നോ? കുഴപ്പമില്ലല്ലോ ഈ ചാപ്റ്റർ? അപ്പോ പഠിക്കേണ്ട കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇവിടെ പറയുന്നത്, നമ്മൾ റീസൺസ് പറഞ്ഞിട്ടില്ല, അല്ലെ? 5 റീസൺസ് പറഞ്ഞു. അപ്പോ ഈ 5 റീസൺസിലും ഓരോ ഫ്ലോ ചാർട്ടുകൾ പോലെ തന്നിട്ടുണ്ട്, ടേബിളുകൾ പോലെ, കണ്ടോ? 5 റീസൺസിൽ ഓരോന്നിലും നമ്മൾ ചെയ്യേണ്ട ഫ്ലോ ചാർട്ടുകൾ പോലെയുണ്ട്, ഒത്തിരി ബോക്സുകൾ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക ഈ ഒരു ചാപ്റ്റർ ചെയ്തു. ദെൻ നിങ്ങൾ പഠിക്കേണ്ടത് കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയുന്നതാണ് കേട്ടോ, ശ്രദ്ധിക്കുക. ബാക്കി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക, നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, നിങ്ങളൊന്ന് വായിച്ചു പോകുക, വായിക്കാതിരിക്കേണ്ട, എങ്കിലും പ്രധാനപ്പെട്ടവ ഒന്ന് പ്രത്യേകം പഠിക്കുക. അപ്പോ ഇങ്ങനെ നമ്മള് കുറച്ച് ഫ്ലോ ചാർട്ടുകൾ കാര്യങ്ങളൊക്കെ വരുന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് കുറച്ച് പ്രാധാന്യത്തോടെ, ഇപ്പൊ പിരമിഡ്, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ദെൻ ഈ ഒരു പോയിന്റ് കൃത്യമായിട്ടൊന്ന് പഠിക്കണം കേട്ടോ. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അതിന്റെ ഫാക്ടേഴ്സുകൾ ഇമ്പോർട്ടന്റ് ആണ്, ഒരു മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ 6 അണ്ടർലൈൻ മെട്രിക്സ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. അതിന്റെ ഉള്ളിൽ തന്നെ EMR ഉം EHR ഉം വന്നിട്ടുണ്ട്. ഫുൾ ഫോമുകൾ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ, ഇമ്പോർട്ടന്റ് ആണ്. ആ 6 അണ്ടർലൈൻ മെട്രിക്സുകൾ പഠിക്കുക. ദെൻ പിന്നെ വരുന്നത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ മോഡലാണ് വന്നിരിക്കുന്നത്. മോഡൽ നിങ്ങൾക്ക് അറിയാലോ. ദെൻ നമ്മള് സർവേയുടെ ബെനിഫിറ്റുകൾ പറഞ്ഞിട്ടുണ്ട്, കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്. ജസ്റ്റ് അതിന്റെ ഹെഡ്ലൈൻ മാത്രം അത് പഠിച്ചു വെക്കുക, ഉള്ളിലുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഹെഡ്ലൈനുകൾ പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ, ഹെഡ്ലൈനുകൾ ഒന്ന് പഠിച്ചു വെക്കുക. ദെൻ നമ്മൾ ഇന്ന് പറഞ്ഞ ബേസ് ഇംപ്രൂവ്മെന്റ് സാറ്റിസ്ഫാക്ഷൻ, വഴികൾ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്.
ഈ 8 എണ്ണം ഒന്ന് പഠിച്ചു വെക്കുക. 8 എണ്ണം ജസ്റ്റ് പഠിച്ചു വെക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് പറഞ്ഞ് പഠിച്ചു വെക്കുക. ദെൻ നമ്മൾ പഠിച്ച ബാക്കി പോയിന്റ്സുകൾ അതും ഹെഡ്ലൈൻ ഒന്ന് നോക്കുക. ഉള്ളിലുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങളൊന്ന് വായിച്ചു പോവുക. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. വലിയ പാടായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഇതുവരെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. അപ്പോ അത്യാവശ്യം ആ ഒരു ഫ്ലോ ചാർട്ടുകളും അങ്ങനെയുള്ള ടേബിളുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടത് പഠിക്കാം. ഓക്കെ, ഓക്കെയാണ് എല്ലാവരും? പിന്നെ നമുക്ക് നെക്സ്റ്റ് അടുത്ത ട്യൂസ്ഡേയിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബ് എന്നുള്ളൊരു ചാപ്റ്റർ ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ അതൊന്ന് PDF ഒക്കെ എടുക്കാൻ പ്രിപ്പയർ ആകാം. ഓക്കെ, ഇവിടുത്തെ ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് എടുത്തത് ചാപ്റ്റർ? ഓക്കെ, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബ് എന്ന് പറഞ്ഞ ചാപ്റ്റർ 4th മൊഡ്യൂൾ ആയിരിക്കും കേട്ടോ. ചാപ്റ്ററിന്റെ നമ്പർ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു.